അങ്ങനെ തെറ്റുപറ്റുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാണോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുള്ളത്? അദ്ദേഹം കൃത്യമായ നടപടിയാണ് ചെയ്തത്. സാധാരണ ഒരു സമരത്തിൽ ഇത്തരത്തിലെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിലിടും. മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും CPM-ന്റെ സമ്മർദ്ദത്തിന്റെ പുറത്ത് ഒരു പോലീസുകാരനെ കൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ച്, സ്വാഭാവികമായും പോലീസുകാരല്ലേ, കാക്കിയിട്ടാൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഞങ്ങളിവിടെ സമരം ചെയ്തു. അവരെ വിടണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഞങ്ങൾ പറഞ്ഞു, കച്ചിയിട്ട് ഒപ്പിട്ട പേപ്പർ താട്ടി, നിങ്ങൾ ജാമ്യത്തിൽ ഞങ്ങളുടെ കൗൺസിലറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചല്ലോ, ആ പേപ്പറിന് ഒരു കോപ്പി താട്ടി, അതും തരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു SI പറയണം, നിന്നൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ഇടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെ. അങ്ങനെ SI-മാരും എല്ലാവരും MP-യും MLA-മാരും ഉമാ തോമസിനെയും TJ വിനോദിനെയും അൻവർ സാദത്തിനെയും എല്ലാവരെയും ഇടിച്ചു ഓടിക്കാമെന്നുള്ള പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നട്ടലുള്ള ഒരുത്തനുണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ളത് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ കാണട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം പോലീസ് ഏറ്റെടുക്കണ്ടല്ലോ, അത് DYFI-കാരും ഗുണ്ടകളും CPM ഏറ്റെടുത്തോട്ടെ, അതിനെ ഞങ്ങൾ തെരുവിൽ നേരിടാം. പക്ഷെ പോലീസ് നിയമം പാലിക്കപ്പെടേണ്ട ആളുകളാണ്. ആ നിയമം ചെയ്യേണ്ട ആളുകൾ നിയമപാലകരാണ്. അവരവരുടെ നിയമം പാലിക്കണം. അവർ CPM-ന്റെ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം അവരെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അവരങ്ങനെ ഏറ്റെടുത്താൽ എങ്ങനെയാണോ ഞങ്ങൾ DYFI-കാരെ ഗുണ്ടകളെ നേരിട്ടത്, അതുപോലെ പോലീസിനെ നേരിടും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇത്തരത്തിൽ ഈ പോലീസ് ഉണ്ടാക്കിയതാണ് ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. ഈ അർദ്ധരാത്രിയിൽ പോലീസ് ഉണ്ടാക്കിയെടുത്ത സാഹചര്യമാണിത്. അതിന്റെ ഉത്തരവാദിത്വം പോലീസാണ് പറയേണ്ടത്. MP-യും MLA-മാരും അടക്കം 1.5 മണിക്കൂറിലധികമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വരാലോ, ഒന്ന് സംസാരിക്കാലോ, അതല്ല ഒരു മാന്യമായ ജനാധിപത്യ നടപടിക്രമം. ഇവരെല്ലാവരും അങ്ങോട്ട് CPM-ആയി, എല്ലാവരും അങ്ങോട്ട് തീർത്തു കളയാന്ന്. ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം വാങ്ങി തിന്ന് ഏമ്പക്കൊട്ടിരിക്കുന്ന ഈ മാന്യന്മാർ വിചാരിച്ചാൽ അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറയുക തന്നെ ചെയ്യും ഇവിടെ ഇരുന്ന്. അതിനിപ്പോ ഒരു ദിവസമല്ല, 4-5 ദിവസം ഇരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. നീതിക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ള